മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കെ മുരളീധരൻ ആരോഗ്യവകുപ്പിൽ ആദ്യ ശുദ്ധികലാശം നടത്തിയത് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയെ മാറ്റിക്കൊണ്ടായിരുന്നു. പകരം ചുമതല ഡോക്ടർ മീനാക്ഷിക്കാണ് നൽകിയത്. റീനയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ നിരവധി കാരണങ്ങൾ സർക്കാരിനുണ്ട്. പബ്ലിക് ഹെൽത്ത് ലാബ് ഡയറക്ടറായി എറണാകുളത്തേക്കാണ് റീനയെ സ്ഥലം മാറ്റിയത്. എന്നാൽ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ ഡോക്ടർ റീന തയ്യാറായില്ല. പിന്നാലെ സർക്കാർ നടപടിക്കെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. ചട്ടവിരുദ്ധമാണ് സ്ഥലം മാറ്റമെന്ന റീനയുടെ വാദം അംഗീകരിച്ച ട്രിബ്യൂണൽ സ്റ്റേ അനുവദിച്ചു. സ്വാഭാവിക സ്ഥലം മാറ്റമാണെന്നും റീനയെ തത്തുല്യ തസ്തികയിലേക്കാണ് നിയമിച്ചതെന്നുമുള്ള സർക്കാർ വാദം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല. വ്യാഴാഴ്ചയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സർക്കാർ നടപടി സ്റ്റേ ചെയ്തത്. ഇന്നലെ രാവിലെ KAT ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ റീന ഡയറക്ടർ സ്ഥാനത്ത് ചുമതല ഏറ്റെടുക്കാൻ എത്തിയതോടെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഡയറക്ടർ കസേരയിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കാൻ ഡോക്ടർ മീനാക്ഷി തയ്യാറായില്ല. സർക്കാർ ഉത്തരവ് വരാതെ സ്ഥാനത്ത് നിന്ന് മാറില്ലെന്നാണ് മീനാക്ഷിയുടെ നിലപാട്. അതോടെ എതിർവശത്തെ കസേരയിൽ ഡോക്ടർ റീന ഇരിപ്പുറപ്പിച്ചു. വൈകിട്ട് വരെ മുഖാമുഖം നോക്കിയിരുന്ന് ജോലി ചെയ്ത ശേഷമാണ് ഇരുവരും മടങ്ങിയത്. ഇന്നലെ വൈകിട്ടോടെ ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ സർക്കാർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡോക്ടർ റീനയെ മാറ്റിയ നടപടിയിൽ നിയമവിരുദ്ധമായ ഒന്നുമില്ലെന്നാണ് സർക്കാരിന്റെ വാദം. റീനയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞിട്ടും എക്സ്റ്റൻഷൻ ഇല്ലാതെയാണ് അവർ പദവിയിൽ തുടർന്നതെന്നും ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമനമെന്നുമാണ് അപ്പീലിൽ പറയുന്നത്. 2026 ഫെബ്രുവരിയിൽ ഡോക്ടർ റീനയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചതാണ്. എറണാകുളത്തെ തസ്തിക അപ്ഗ്രേഡ് ചെയ്ത ശേഷമാണ് ഡോക്ടർ റീനയ്ക്ക് നിയമനം നൽകിയത്. സ്ഥലം മാറ്റം പൂർണ്ണമായും സർക്കാരിന്റെ ഭരണപരമായ തീരുമാനങ്ങളുടെ ഭാഗമാണെന്നും അപ്പീലിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നും ഡോക്ടർ റീന ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തെത്തി. തനിക്ക് ഡയറക്ടറുടെ കസേര തന്നെ വേണമെന്ന് നിർബന്ധമില്ലെന്നും ഏതെങ്കിലും ഒരു കസേര കിട്ടിയാൽ അവിടെ ഇരുന്ന് തന്റെ ജോലി ചെയ്യുമെന്നും റീന മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ തീരുമാനം പറയേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്. വകുപ്പിന്റെ യോഗങ്ങളിലേക്ക് തള്ളിക്കയറാനില്ല. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ടു പോകണം. അതിൽ കല്ലുകടിയാകാനില്ലെന്നും റീന പറയുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ ശക്തമായ നിലപാടിൽ തന്നെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തുരപ്പൻ പണി കാണിക്കുന്നവരെ ഈ കസേരയിൽ വെച്ച് പൊറുപ്പിക്കില്ലെന്ന നിലപാട് മന്ത്രി ആവർത്തിക്കുന്നുണ്ട്. ട്രിബ്യൂണൽ ഉത്തരവ് അന്തിമമല്ല. സർക്കാരിന് പറയാനുള്ളത് മേൽക്കോടതികളിൽ പറയുമെന്നും മന്ത്രി വ്യക്തമാക്കി. പിന്നാലെയാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. കോഴിക്കോട് നിപ രോഗവിവരം സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ റീന തന്നെ കൃത്യസമയത്ത് അറിയിച്ചില്ലെന്നും അവർ സർക്കാരിനോട് സഹകരിക്കുന്നില്ലെന്നും മന്ത്രി നേരത്തെ വിമർശിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ LDF സർക്കാർ നിയമിച്ച റീനയെ മുരളീധരൻ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരും ആരോഗ്യവകുപ്പും. ഇന്ന് ഹെൽത്ത് ഡയറക്ടർ ആസ്ഥാനത്തെത്തിയ ഡോക്ടർ റീന നടത്തിയ പ്രതികരണത്തിന്റെ വീഡിയോ കാണാം. ഇത് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെൻഡപ്പായിട്ട് ഇരിക്കുകയാണ്. ഇത് നിങ്ങളോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിരിക്കുന്നുണ്ട്, സന്തോഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ പാറയും കല്ലും ഒന്നും അല്ല. ഞാനൊരു മനുഷ്യജീവിയാണ്. എനിക്ക് വികാരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കുക. ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാലഘട്ടം മാധ്യമപ്രവർത്തകരുടെ സേവനമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ പറയുന്നത് ജനങ്ങൾ കേൾക്കും. നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഐക്യത്തോടെ ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാലഘട്ടത്തിനെ തരണം ചെയ്യാം. അപ്പോഴും റിസൾട്ടിന്റെ കാര്യം എന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജസ്റ്റീനെയാണ് അത് റിസൾട്ട് വന്നു എന്ന് ജസ്റ്റീനെ പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്തിനെ വിളിച്ചത്. അപ്പോഴാണ് ആളെൻ്റെ അടുത്ത് പറഞ്ഞത്, മാഡത്തിന് വാട്സപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ഒരു പ്രതിസന്ധികളിൽ വാട്സപ്പ് നിങ്ങൾ ഒരിക്കലും അയക്കരുത്, നിങ്ങൾ എന്നെ വിളിച്ച് പറയേണ്ടതല്ലേ, ഞാൻ സാറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. സാറിനെ ഞാൻ വിളിച്ചു. സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് റിസൾട്ട് പോസിറ്റീവാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വീണ്ടും ഞാൻ റീത്തയെ വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ വാട്സപ്പിലൂടെ വിളിച്ചു പറഞ്ഞില്ല, ഞാൻ സമ്മതിക്കുന്നു. വാട്സപ്പിൽ ഇട്ടു, എന്നെ വിളിച്ചു പറഞ്ഞില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ മീഡിയയ്ക്ക് കൊടുക്കേണ്ട പ്രസിദ്ധീകരണത്തിൽ പോസിറ്റീവ് എഴുതിയിട്ടില്ല? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ DHS ആയി ചാർജ് എടുക്കുമായിരുന്നെങ്കിൽ, ആ സമയത്ത് എടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ഉടനെ തന്നെ അതിന് യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തിന് തടസ്സങ്ങൾ ഉണ്ടായതെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അത് മനസ്സിലാക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്തൊരു കാര്യം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് 100% ഞാൻ പറയുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടും പറയാതിരുന്നു എന്നുള്ളത് ഒട്ടും സത്യമല്ല. സെക്രട്ടറിക്ക് അയച്ച ഒരു കത്താണ്. കാരണം ഒരു കൂടിയാലോചനയും നടത്താതെ ഡോക്ടറെ വിട്ടുതരില്ല എന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത്. നോക്കൂ, നിങ്ങൾക്ക് ആ ലെറ്ററിന്റെ മുകളിൽ തന്നെ അതൊരു സൂചനയുണ്ട്.
ഒരു സൂചന ആയിട്ടൊരു കാര്യം, അതായത് സ്റ്റേറ്റ് നോഡൽ ഓഫീസറുടെ നോട്ടാണ് അതിന്റെ സൂചന ഉള്ളത്. ആ നോട്ട് വരാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. ആ നോട്ട് കഴിഞ്ഞിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. അതും മാത്രവുമല്ല, അതിന് തൊട്ട് മുമ്പ് ദേവസ്വം കമ്മീഷണർ തന്നെ വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗിന്റെ ഒരു തീരുമാനപ്രകാരം ആരോഗ്യ വകുപ്പുമായിട്ടൊരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ആ മീറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ട് എന്ന വിധത്തിലല്ലാതെ മറ്റൊന്നും കൊടുത്തിട്ടില്ല. ഈ പ്രതിസന്ധി നിൽക്കുന്ന സമയത്തും മാസപൂജയ്ക്ക് വേണ്ടി എന്റെ സ്റ്റാഫ് തന്നെ, എന്റെ ഡോക്ടർമാരും സ്റ്റാഫും ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുകയാണ്. കൊടുക്കില്ല എന്ന് പിടിവാശിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളാണെങ്കിൽ ഞാൻ അവരെ പോസ്റ്റ് ചെയ്യില്ലല്ലോ. പിന്നെ അതിനകത്ത് എവിടെയും ഞാൻ ഡോക്ടേഴ്സിനെ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആശുപത്രിയിലെ വർക്കും അതേപോലെ ഭക്തജനങ്ങളുടെ ആരോഗ്യവും ഏറ്റവും നന്നായി കൊണ്ടുപോകാനായിട്ട് ദേവസ്വവും ആരോഗ്യവകുപ്പും എല്ലാം സമന്വയിച്ചിട്ട് ഒരു ആക്ഷൻ പ്ലാൻ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദയവ് ചെയ്ത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇതുപോലും ഞാൻ പറഞ്ഞത്, ഇത് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെൻഡപ്പായിട്ട് ഇരിക്കുകയാണ്. ഇത് നിങ്ങളോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിരിക്കുന്നുണ്ട്, സന്തോഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ പാറയും കല്ലും ഒന്നും അല്ല. ഞാനൊരു മനുഷ്യജീവിയാണ്. എനിക്ക് വികാരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കുക. ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാലഘട്ടം മാധ്യമപ്രവർത്തകരുടെ സേവനമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ പറയുന്നത് ജനങ്ങൾ കേൾക്കും. നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഐക്യത്തോടെ ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാലഘട്ടത്തിനെ തരണം ചെയ്യാം.